പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലി ചാറ്റുപാറ ഈച്ചൻപടിക്ക് സമീപമുള്ള ആ തോടിൻ്റെ കരയിലാണ്. ഇവിടെ ക്രമാതീതമായി തോട്ടിൽ വെള്ളം ഉയർന്നതിനാൽ ഇവിടെ വീടുകൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മാറ്റി താമസിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട് ചോദിക്കാം. ഇതാ മെമ്പർ നമുക്കരികിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ചാറ്റുപാറ വാർഡ് മെമ്പർ പേര് ഇതെന്നാ ഈ വെള്ളപ്പൊക്കത്തിനെ പറ്റി പറയാനുള്ളേ? എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ വെള്ളം കയറും, 10-80 കുടുംബങ്ങളോളം വെള്ളത്തിലാവുകയും ചെയ്യണതാണ്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ മഴ ഇങ്ങനെ നീണ്ടു നിൽക്കണു, ഒത്തിരി പേരെ മാറി താമസിപ്പിക്കേണ്ടി വരും. അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ല, പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വില്ലേജിലേക്ക് അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പ് തുറക്കണമെങ്കിൽ തുറക്കും, അതിന് വേണ്ട നടപടികൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെമ്പർ പറഞ്ഞ് നമ്മൾ കേട്ടു, ഇവിടെ കൂടുതൽ ക്യാമ്പ് തുറക്കാനുള്ള സംവിധാനമെല്ലാം ചെയ്തിട്ടുണ്ട്, ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നില്ലേ? ഇവിടുന്ന് മാറുന്നില്ലേ? അതൊക്കെ മാറിക്കോ, എത്രയും പെട്ടെന്ന് മാറിക്കോ, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക. ഈ വീടുകളെല്ലാം വെള്ളത്തിനടിയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടങ്ങളിലെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. അടിമാലത്തോട് കര കവിഞ്ഞൊഴുകിയതാണ് ഈ വെള്ളം ഇങ്ങനെ ഉയരാൻ കാരണമായിട്ടുള്ളത്. ഇത് ബിനു അടിമാലിയുടെ വീടാണ്. വാതിലെല്ലാം അടച്ചിരിക്കുന്ന ആളുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ആട്ടിൻകൂടിൻ്റെ അടിയിലേക്ക് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഒരു 6 ഇഞ്ച് കൂടി പൊങ്ങിയാൽ ആട്ടിൻകൂട് മുങ്ങുന്ന അവസ്ഥയിലാണ്. സമീപ പ്രദേശത്തെ വീടുകളെല്ലാം തന്നെ ആളുകൾ ഒഴിവായിരിക്കുന്നു. ഇത് ബിനു അടിമാലിയുടെ വീടാണ്. നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കാം. അകത്ത് ആളുണ്ട്. ഇവിടെ മൊത്തം വെള്ളമായി. മൊത്തം വെള്ളം മൊത്തം വെള്ളം. മൊത്തം വെള്ളം എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. അത് ഈ മുറിയൊക്കെ മൊത്തം കംപ്ലീറ്റ് എല്ലാം വെള്ളത്തിനടിയിലാണ്. ആട്ടും കൂടെ കണ്ട് വെള്ളത്തിനടി ഒപ്പ് എത്തിയിട്ടുണ്ടല്ലോ. ഒപ്പ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആടിന് മാറ്റാൻ പോകുകയല്ലേ.
അല്ലേ പക്ഷേ ഇവിടുന്ന് മാറണ്ടേ ഇവിടുന്ന് മാറണ്ടേ മാറണ്ടേന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളെയൊക്കെ മാറണ്ടേന്ന് ഒരു പിടിയും കിട്ടാതെ ആ വീട്ടുകാരെല്ലാം ഒഴിവായിപ്പോ അവരൊക്കെ ഒഴിവായി. അപ്പൊ ഞങ്ങള് മാറുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറോട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആത്മ ഇവിടെ അപ്പോൾ ഇവിടെ ഈ വീട്ടുകാരൊക്കെ പറഞ്ഞു അവരൊക്കെ മാറിയാണ് വീട്ടുകാരൊക്കെ മാറി പെങ്ങളെ മാറുന്നുണ്ട്. ഇപ്പൊ മാറിന ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞങ്ങളിപ്പോ. ഇപ്പോൾ ഞാൻ മെമ്പറോട് ചോദിച്ചു. മെമ്പർ പറഞ്ഞു ഒരു വേണ്ടി വന്നാൽ ഇത് സൗകര്യം ഒരുക്കാന്ന് പറഞ്ഞു. മെമ്പറോട് ഒന്നുകൂടെ സംസാരിച്ചു. നമുക്ക് അവിടെ പോയി നോക്കണോ? ഞാൻ ഈ ആടുകളെ ഒന്ന് മാറ്റാം. ആടുകളെ മാറ്റാൻ ആടുകളുടെ അടുത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് ഒന്ന് മാറ്റാനുള്ള സംവിധാനം ചെയ്യും കേട്ടോ. ശരി ആയിക്കോട്ടെ. കുഴിയൊന്നും ഇല്ലല്ലോ അല്ലേ? കുഴിയില്ല, നേരെ നടന്നു പോവാ. കുഴിയില്ല. പട്ടീനൊക്കെ പട്ടീനെ പെരക്കത്താക്കില്ലേ? ആടുണ്ട്, കോഴിയുണ്ട്. ആട് കോഴി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങോട്ടാ മാറ്റുന്നത്? നമുക്ക് ഒരു പിടിയും കിട്ടാതെ നിൽക്കുക. പാവം അവർ ഭയങ്കര കറക്റ്റാണ്. ഇത് എങ്ങോട്ട് മാറ്റണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. നമുക്ക് എങ്ങോട്ടാണ് മാറ്റാൻ പറ്റുന്ന? തെച്ചിയുടെ സാധനങ്ങളെല്ലാം പോയി. അച്ഛനും വെള്ളമായി. നിങ്ങൾ വാടകയ്ക്കാണ് ഇവിടെ? വാടകയ്ക്കണം. പേരണ എൻ്റെ വീട്ടിൽ ശിവു. ഇത് ബിനു അടിമാൻ്റെ വീടാണ്. ഇവിടെ നിങ്ങൾ വാടകയ്ക്കാണ്? വാടകയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണയത്തിനെടുത്ത് കുറേ വർഷങ്ങളായിട്ട് 4-5 വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നത്. ശരി, ഓക്കെ. ഞാൻ മെമ്പറോട് ഒന്ന് പറയട്ടെ, അത്യാവശ്യം താമസ സൗകര്യം കൊടുക്കണം. മോട്ടോർ പുരയെല്ലാം വെള്ളത്തിനടിയിലാണ്. പ്രിയ കൂട്ടുകാരെ, ചാറ്റുപാറയിലെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭീകരാവസ്ഥ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ പഞ്ചായത്ത് അധികൃതർ എത്രയും വേഗം ഈ വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിക്കാൻ പോകുന്ന ആളുകളെ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.